ഹായ് എവരി വൺ, എൻ്റെ പേര് റോണി. ഞാൻ ഓസ്ട്രേലിയയിൽ സെറ്റിൽഡ് ആണ്. അപ്പോൾ ഈ ഞങ്ങളുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഞങ്ങൾ എങ്ങനെ ക്യാരവാൻ എടുത്തു, അതിൻ്റെ രജിസ്ട്രേഷനും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ ഞങ്ങൾ ക്യാരവാൻ എടുത്തത് ഞങ്ങൾക്കൊരു വലിയ ആഗ്രഹമായിരുന്നു എടുക്കണമെന്ന്. അപ്പോൾ ഞങ്ങൾ ക്യാരവാൻ ഷോയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഓസ്ട്രേലിയ വൈഡ് ഇപ്പം നിങ്ങൾ എവിടെയാണോ അവിടെ എല്ലായിടത്തും ക്യാരവാൻ ഷോ കാണും. അപ്പം അവിടെയാണ് ഞങ്ങൾ പ്രിഫർ ചെയ്യുന്നത്. കാരണം നിങ്ങൾക്ക് ഇൻക്ലൂഷനൊക്കെ കൂടുതൽ കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് അതിൽ പോകുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞങ്ങൾ ബെൻഡിഗോയിലാണ് പോയത്, ക്യാരവാൻ ഷോയ്ക്ക് പോയത്. അപ്പോൾ അവിടെ എല്ലാ ബ്രാൻഡ് ക്യാരവാനും വരുന്നതാണ്, പലതരമുണ്ട്. അപ്പോൾ ഞങ്ങൾ എടുത്തേക്കുന്ന ബൊട്ടേക്ക് എന്ന് പറഞ്ഞാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മളതിൻ്റെ ഇൻക്ലൂഷനാണ് ആദ്യമായിട്ട് നമ്മൾ നോക്കേണ്ടത്, എന്തൊക്കെ അതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ആ പ്രൈസിൽ. അപ്പോൾ ഞങ്ങൾ എടുത്തപ്പം ഞങ്ങൾക്ക് വേണ്ടുന്ന ഇൻക്ലൂഷനൊക്കെ തന്നെ അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഹാപ്പി ആയിരുന്നു ആ പ്രൈസിൽ. കാരണം ഞങ്ങൾ അല്ലാതെ തന്നെ ഷോറൂമിൽ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവർക്ക് ഒരു ക്യാരവാൻ ഒരു വില, പിന്നെ നമ്മൾ ഓരോ ഇൻക്ലൂഡ് ചെയ്യുമ്പം പിന്നെ നമ്മുടെ പ്രൈസ് കൂടി പോവുകയാണ്. പക്ഷേ അവിടെ നമുക്കൊന്നും ഓഫറൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്ത് ക്യാരവാൻ ഷോയ്ക്ക് ഒന്ന് പോവുകയാണ്. അപ്പോൾ അവിടെ വെച്ച് തന്നെ ഞങ്ങൾ പോയി പല ക്യാരവാൻ കണ്ടു. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങളിത് സെലക്ട് ആയത്. അപ്പോൾ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ അതിൻ്റെ ഓണർ, മിക്കവാറും അവിടുത്തെ ഓണേഴ്സ് കാണും, അല്ലെങ്കിൽ സ്റ്റാഫ് കാണും. നമുക്ക് എല്ലാം നമ്മൾ എല്ലാ കാര്യങ്ങളും അതിൻ്റെ അകത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് അവർ തരുന്നതായിരിക്കും. ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് ഞങ്ങളുടെ ആദ്യത്തെ കാര്യമാണ്, നമുക്കൊന്നും അറിയത്തില്ലായിരുന്നു. അവരാണെല്ലാം നമ്മളെ പഠിപ്പിച്ചു തന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് ഡൗട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതെല്ലാം അവർ തന്നെ നല്ല ക്ഷമയോട് തന്നെ അവരെല്ലാം ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ അവിടെ തന്നെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ കുറച്ച് കസ്റ്റമൈസ് ചെയ്യണമായിരുന്നു ഞങ്ങളുടെ ക്യാരവാന്. അപ്പോൾ ഞങ്ങൾ കണ്ട ക്യാരവാൻ സെയിം ക്യാരവാൻ, പക്ഷേ 2 ബങ്കായിരുന്നു. അപ്പം ഞങ്ങൾക്ക് 3 കുഞ്ഞുങ്ങളുള്ളത് കാരണം ഞങ്ങൾക്ക് 3 ബങ്ക് വേണമായിരുന്നു. അപ്പം അവർ കസ്റ്റമൈസ് ചെയ്ത് തരാമെന്ന് പറഞ്ഞായിരുന്നു. അപ്പം ഞങ്ങളവിടെ ബുക്ക് ചെയ്തു. അപ്പോൾ ഓൺ ദ സ്പോട്ട് തന്നെ നമ്മൾ ബുക്ക് ചെയ്തു. അവിടെ തന്നെ നമുക്ക് ഫിനാൻസ് ചെയ്യാനുള്ള ഓപ്ഷനുമുണ്ട്, അപ്ലിക്കേഷൻ ഇടാവുന്നതാണ്. എന്നിട്ട് ഞങ്ങൾക്ക് പറഞ്ഞ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞേക്കുന്നത് 4 to 6 weeks ആയിരുന്നു ഞങ്ങൾക്ക് പറഞ്ഞിരുന്നത് അത് കിട്ടാൻ, ഡെലിവറി ചെയ്യാൻ വേണ്ടിയുള്ളത്. പക്ഷേ ഞങ്ങൾക്ക് വിത്തിൻ 1 month'ുള്ളിൽ ഡെലിവറി ചെയ്ത് തന്നു. അപ്പോൾ ഡെലിവറി ആകുന്ന സമയത്ത് നമുക്ക് ഇതിന് രജിസ്റ്റർ ചെയ്യണം. നമ്മുടെ ഏത് സ്റ്റേറ്റിലാണോ അവിടെ പോയി നമ്മുടെ ക്യാരവാൻ രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ ഞങ്ങൾ വിക്ടോറിയയിലാണ്. അപ്പോൾ നമ്മൾ വിക്രോഡ്സിലാണ് പോകേണ്ടത് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി. അപ്പം നമ്മൾ ഡെലിവറി ചെയ്യുന്ന ആ സമയത്ത് നമുക്കൊരു 28 days'ൻ്റെ പെർമിറ്റ് നമുക്ക് അവർ ക്യാരവാൻ ഷോറൂമുകാർ തന്നെ തരും. അത് കഴിഞ്ഞ് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ വിക്രോഡ്സിൽ ഓൺലൈനോ അല്ലെങ്കിൽ വിളിച്ചോ നമ്മൾ അപ്പോയിൻമെൻറ്റ് എടുക്കണം. അത് കഴിഞ്ഞ് നമ്മുടെ ക്യാരവാനും കൊണ്ട് അവിടെ ആ വിക്രോഡ്സിൽ നമ്മൾ ചെല്ലണം. അല്ലെങ്കിൽ ക്യൂൻസ്ലാൻഡിലാണ് അവിടുത്തേത്. അപ്പോൾ ഓരോ സ്റ്റേറ്റിൽ ഓരോരോ രജിസ്ട്രേഷൻ, വെഹിക്കിൾ രജിസ്ട്രേഷൻ്റെ ഫെസിലിറ്റി കാണും, അവിടേക്കാണ് പോകേണ്ടത്. അപ്പോൾ ഞങ്ങൾ പോയത് വിക്രോഡ്സ് ബെൽറാത്തിലാണ് ഞങ്ങൾ പോയത്. അപ്പോൾ നമ്മൾ ഇതും കൊണ്ട് രാവിലെ നമുക്ക് അപ്പോയിൻമെൻറ്റ് സമയം കിട്ടിയത് 10:30 ആയിരുന്നു. അപ്പോൾ നമ്മൾ ആ സമയത്തേക്ക് നമ്മുടെ ക്യാരവാനും കൊണ്ട് അവിടെ ചെല്ലുക. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ആപ്ലിക്കേഷൻ ഫോമുണ്ട്, വെഹിക്കിൾ രജിസ്ട്രേഷൻ ഫോമുണ്ട്. അത് ഐതർ നമുക്ക് നേരത്തെ തന്നെ ചെയ്തിട്ട് പോകാം, അത് ഓൺലൈനിലുണ്ട്, നമുക്കത് ഡൗൺലോഡ് ചെയ്താൽ മതി. എന്നിട്ട് പോകുന്ന വഴിക്ക് അപ്പം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെ ചെന്നു, അവിടെ നമ്മുടെ രജിസ്ട്രേഷൻ്റെ ഇത് കൊടുത്തു. അത് കഴിയുമ്പോഴത്തേനും ഒരു ഇൻസ്പെക്ടർ വരും. എന്നിട്ട് എല്ലാം ഒന്ന് ഇൻസ്പെക്ട് ചെയ്ത് നോക്കും, ബ്രേക്ക് ലൈറ്റ്, ഇൻഡിക്കേറ്റർ, അതെല്ലാം. പിന്നെ വിൻ നമ്പർ, ചേസ് അത് കറക്റ്റ് ആണോ എന്ന് ഒക്കെ നോക്കും. ചേസ് നമ്പർ അതെല്ലാം അത് കറക്റ്റ് ആണോ എന്ന് നോക്കും. അത് കഴിഞ്ഞ് സേഫ് ടു ഡ്രൈവ് ആണോ എന്ന് അതും നോക്കും. അപ്പോൾ ലൈറ്റെല്ലാം ഇട്ട് നോക്കിയിട്ട് പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ മെഷർമെൻറ്റ് എടുക്കും. എത്ര നീളമുണ്ട്, എത്ര വീതിയുണ്ട്, അതും കൂടെ അവരെടുക്കും. എന്നിട്ട് അവർ ഹാപ്പി ആണെങ്കിൽ പിന്നെ ഓക്കെ ആയിട്ട് അവർ പോയിട്ട് രജിസ്ട്രേഷൻ അന്ന് കഴിഞ്ഞിട്ട് നമുക്ക് പ്ലേറ്റ് തരും. അത് കഴിഞ്ഞ് നമ്മളത് എവിടെയാണെന്ന് വെച്ചാൽ അതിൻ്റെ ബാക്കിലായിട്ട് നമ്മൾ പ്ലേസ് ചെയ്യണം. അപ്പോൾ ഞങ്ങളുടെ ഇത് പ്ലേറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ക്യാരവാൻ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പോവാണ്. നമ്മൾ പോയത് വിക്രോഡ്സ് ബെൽറാത്തിലേക്കാണ് പോയത്. അപ്പോൾ നമ്മൾ നേരെ കയറി ചെല്ലുന്ന അതിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് ഈ ഇൻസ്പെക്ഷൻ ചെയ്യാനുള്ള എല്ലാ വെഹിക്കിളും പാർക്ക് ചെയ്യാനുള്ള ഒരു ബേ പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മുന്നിലായിട്ട് കാണാൻ കുറേ ട്രക്കുകളൊക്കെ വന്ന് കിടപ്പുണ്ട്. അത് മൂവ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ മുന്നോട്ട് കയറ്റി, ഇവിടെ ഒരു ലൈനുണ്ട്, അപ്പോൾ അവിടെ കയറ്റി ഇങ്ങനെ ഇടണം. അപ്പം അത് വണ്ടികൾ ഇങ്ങനെ വന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളകത്ത് ചെല്ലണം. എന്നിട്ട് നമ്മുടെ അപ്പോയിൻമെൻ്റ് ആണെന്ന് അവരോട് അറിയിക്കണം നമ്മൾ എത്തിയിട്ടുണ്ടെന്ന്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ രജിസ്ട്രേഷൻ ഫോം അവർക്ക് കൊടുക്കണം.
അത് കഴിഞ്ഞ് നമ്മുടെ ഇൻസ്പെക്ടർ പുറത്തിറങ്ങി വന്നിട്ട് നമ്മുടെ ഇത് ക്യാരവാന് ഇൻസ്പെക്റ്റ് ചെയ്ത് പിന്നെ എല്ലാം ഓക്കെ ആണോ എന്ന് നോക്കിയിട്ട് പിന്നെ ഓക്കെ ആണെങ്കിൽ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് രജിസ്ട്രേഷൻ തന്നിട്ട് രജിസ്ട്രേഷൻ ഓക്കെ ആക്കിയിട്ട് നമ്മുടെ ഫ്ലൈറ്റ് വരും. അപ്പോൾ നമുക്ക് മുന്നിൽ തന്നെ കാണാം അവർ അല്ലാത്ത വെഹിക്കിളൊക്കെ രജിസ്റ്റർ ചെയ്തിട്ട് എല്ലാവരും രജിസ്ട്രേഷൻ കിട്ടിയിട്ട് മുന്നോട്ടങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ചോദിച്ചതായിരുന്നു അവരോട് നമ്മൾ രജിസ്ട്രേഷൻ പ്രോസസ്സ് ഒന്ന് കാണിക്കാമെന്ന്, പക്ഷേ അവർ അലൗഡ് അല്ല. അതുകൊണ്ട് അൺഫോർച്ചുനേറ്റ്ലി നമുക്കത് എടുക്കാൻ പറ്റിയില്ല. പക്ഷേ ഞാൻ പറഞ്ഞ പ്രോസസ്സാണ് സാധാരണ ഒരു ക്യാരവാൻ നമുക്ക് രജിസ്റ്റർ ചെയ്യുന്നത്. ഇനി നമ്പർ പ്ലേറ്റ് ഇപ്പോൾ കിട്ടിയേക്കാണ് നമ്മുടെ. ഇനിയിപ്പം അത് ഇതിൻ്റെ അകത്ത് ഫിറ്റ് ചെയ്യണം. അതിപ്പോൾ ഫിറ്റ് ചെയ്യണോ സ്റ്റീഫ? വീട്ടിൽ പോയിട്ട് ഇതിനി സ്ക്രൂസൊക്കെ നമ്മൾ അത് ഏതാണെന്ന് വെച്ചാൽ അത് മേടിച്ചിട്ട് ആണ് നമ്മൾ ഫിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ക്യാരവാൻ്റെ രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞു, നമുക്ക് പ്ലേറ്റ് കിട്ടി, നമ്മൾ വളരെ ഹാപ്പിയാണ്, വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. അപ്പം നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഇനിയും പുതിയ വീഡിയോയുമായിട്ട് വരുന്നോടം വരെ എല്ലാവർക്കും ബൈ.